കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ജനിച്ച ഉടനെ കൊലപ്പെടുത്തുമ്പോൾ ഈ അമ്മത്തൊട്ടിൽ എന്ന സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. അത് ചിലയിടങ്ങളിലൊക്കെ വളരെ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നു. ചിലയിടങ്ങളിൽ ചെറിയ അപാകതകളുണ്ട്. പക്ഷേ അതും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതേക്കുറിച്ചാണ് നമ്മൾ വിശദമായി തന്നെ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ ഇടങ്ങളിലും കൃത്യമായി ഇങ്ങനെയുള്ള അലാം മുഴങ്ങിയാണോ കുഞ്ഞുങ്ങളെ അമ്മത്തൊട്ടിൽ എത്തുമ്പോൾ അറിയിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിച്ച് പോകേണ്ടതുണ്ട്. നേരത്തെ അഷിൻ ഡിയാഗോ പറഞ്ഞപ്പോൾ ഒരു കാര്യം എടുത്തു പറഞ്ഞു. എവിടെയൊക്കെയാണ് ഈ അമ്മത്തൊട്ടിലുകൾ ഉള്ളത്? അത് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം പലർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ എല്ലായിടത്തെയും സൗകര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ച് പോകാമെന്ന് കരുതിയത്. കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നതിന് പകരം ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ കൊണ്ടുചെന്നാക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ മറ്റൊരു സംരക്ഷകനായി മറ്റൊരു അച്ഛനും അമ്മയും വരും. അവർ ആ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. നമുക്ക് കാസർഗോട്ടേക്കൊന്ന് പോകാം. തിരുവനന്തപുരത്തെ കാഴ്ചയാണ് നമ്മൾ നേരത്തെ കണ്ടത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ അമ്മത്തൊട്ടിൽ അതിന്റെ പ്രവർത്തനം നിലച്ചിട്ട് 2 വർഷമായി എന്നുള്ളതാണ് അവിടെ നിന്ന് അർജുൻ ഹേമ ഇപ്പോൾ നൽകുന്ന അപ്ഡേറ്റ്. 2010 അമ്മത്തൊട്ടിൽ അവിടെ സ്ഥാപിച്ചത്. അലാമിന് പകരം അവിടെ ഒരു ഫോൺ നമ്പർ എഴുതി വെച്ചിരിക്കുന്നത് കാണാമെന്നാണ് അർജുൻ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് അർജുൻ ഹേമയിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് അർജുൻ ഹേമ. കാസർഗോട്ട് അമ്മത്തൊട്ടിൽ സംവിധാനം ഏർപ്പാടാക്കിയിട്ടിപ്പോൾ 14ാമത്തെ വർഷത്തിലേക്ക് എത്തുകയാണ്. കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാനുള്ളവർ 049942229999 91881257 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കണം എന്നുള്ള ഒരു കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ആ ഫോൺ നമ്പർ പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചോ അർജുൻ? സുജയ, ഞാനിപ്പോൾ കാസർഗോട്ടെ ജനറൽ ആശുപത്രിക്കുള്ള സമീപത്തെ ഈ അമ്മത്തൊട്ടിലിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പ്രവർത്തിക്കാതെ ആയിട്ട് ഏകദേശം 2010 സുജയ പറഞ്ഞതുപോലെ തന്നെ 2010 ഇത് ഒരു പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം 2 വർഷങ്ങൾ പിന്നിടുകയാണ് ഈ അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കാതായിട്ട്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ആ ദൃശ്യങ്ങളിൽ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഈ അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. വലിയൊരു ബോർഡ് കാണാം, ഒരു നീല ഒരു ബോർഡാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കുന്നില്ല, കുട്ടികളെ ഏൽപ്പിക്കാനുള്ളവർ ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഒരു 2 നമ്പറാണ് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഈ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ട് ഏകദേശം 2 വർഷത്തോളമാകുന്നു. ഈ 2010 ശേഷം ഏകദേശം 7ഓളം കുട്ടികളാണ് ഇവിടെ എത്തി പുതുജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒന്നും പ്രായോഗികമല്ലാത്ത രീതിയിലാണ് പോകുന്നത്. കാരണം ഈ അമ്മത്തൊട്ടിലേക്ക് കുഞ്ഞുങ്ങൾ എത്തുമ്പോഴത്തേക്കും ഈ ആശുപത്രിക്കുള്ളിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് ഒരു മണി മുഴങ്ങും. ആ മണി, അതായത് ആ അലാറം പ്രവർത്തനരഹിതമായതുകൊണ്ടാണ് ഈ അമ്മത്തൊട്ടിൽ ഈ പ്രവർത്തിക്കാത്തത്. ഈ മണി, അതായത് ഈ അലാറം വലിയ രീതിയിൽ, അതായത് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പലതവണയായി ഈ അലാറം ശരിയായിട്ടില്ല. പലതവണ പ്രവർത്തിപ്പിക്കാൻ നോക്കി, ശരിയായിട്ടില്ല. അതിനുശേഷം ഇതിലാരും തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഈ അലാറം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം ഇപ്പോൾ നിലവിൽ നിലച്ചിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഏകദേശം 2 വർഷത്തോളം കഴിയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഈ കാസർഗോഡ് മറ്റ് അമ്മത്തൊട്ടിലുകളൊന്നും തന്നെ ഇല്ല. ഇത് മാത്രമാണുള്ളത്. 2010 പ്രവർത്തനം ആരംഭിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി പോയിട്ടുണ്ട് എന്നാണ് സുജയ, നിലവിൽ 2 വർഷങ്ങൾക്ക് മുൻപാണ്. കാരണം സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നമ്പർ കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഈ നമ്പറിലേക്ക് ആരും വിളിക്കുന്നില്ല ആണ് പറയുന്നത്. ഈ നമ്പർ സ്ഥാപിച്ചതിന് ശേഷം ഇവിടത്തേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു രീതി, അത് ആരും അവരുടെ ഐഡന്റിറ്റി പുറത്തു പറയാത്ത രീതിയിലാണ് ഇത്തരത്തിലുള്ള അമ്മത്തൊട്ടിലുകളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതായത് അമ്മയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു സാഹചര്യം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ തന്നെ അവരുടെ ഐഡന്റിറ്റി പുറത്തു പറയാനുള്ള ഒരു താല്പര്യക്കുറവ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമ്പറിൽ വിളിക്കാൻ ആരും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ വ്യക്തിത്വം പുറത്തു പറയുന്ന ഒരു നിലയിലേക്ക് പോകുന്നു. അതിനാരും മുൻപാണ് അർജുൻ ഹേമ, ഇപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ 2 നമ്പറിലേക്കും ഇപ്പോൾ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം ഞങ്ങളുടെ PCR നിന്ന് കണക്ട് ചെയ്യാനായി ശ്രമിച്ചു. അപ്പോൾ ഈ മൊബൈൽ നമ്പർ, അതിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് കോൾ പോകുന്നില്ല. ഈ 2 നമ്പറും ആരും എടുക്കുന്നുമില്ല. അപ്പോൾ പിന്നെ ഈ 2 നമ്പറുകൾ എന്ന് പറയുന്നത് അതവിടെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കുന്നില്ല. അലാം പ്രവർത്തിക്കാതായിട്ട് 2 വർഷമായി. ഇനിയും നന്നാക്കാൻ കഴിയാത്തതാണെങ്കിൽ പുതിയൊരു അലാം സ്ഥാപിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ വകുപ്പുകളൊക്കെ വളരെ ആക്റ്റീവായി രംഗത്തുള്ള സമയത്ത് സർക്കാർ ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ 2 വർഷമായിട്ടും ആ അലാം നന്നാക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം അവിടെയുണ്ട്. മാത്രമല്ല അവിടെ കൊടുത്തിരിക്കുന്ന 2 നമ്പറും ഇനാക്റ്റീവ് ആണ്. ആ 2 ഫോൺ നമ്പറുകളിലേക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഞായറാഴ്ച
ആയതുകൊണ്ട് ഞായറാഴ്ച കുഞ്ഞുങ്ങളെ ആരും കൊണ്ടുവന്ന് ഉപേക്ഷിക്കില്ല എന്ന് കരുതി തീർച്ചയായും അവധിയാണോ സുജയ. എന്നുള്ളതും അറിയില്ല. അർജുൻ, ഇത് എങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുക? ഒരു അലാം നന്നാക്കാൻ പോലും കഴിയാത്ത ഒരു വകുപ്പാണോ എന്ന് ചോദിച്ചു പോകില്ലേ? എങ്ങനെയാണ് കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ ഉപേക്ഷിക്കുന്നവർ? അർജുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാതിരിക്കാനാണ് അവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അല്ല എങ്കിൽ ആ കുഞ്ഞിനെ അവർ വളർത്തിയേനേമല്ലോ. അപ്പോൾ ഇത് എന്തൊരു നിരുത്തരവാദപരമായ സമീപനമാണ് അവിടെ കാണുന്നത് അർജുൻ? തീർച്ചയായും ഉത്തരവാദിത്തമില്ലാത്തത് തന്നെയാണ് സുജയ വ്യക്തമാകുന്നത്. കാരണം സുജയ സൂചിപ്പിച്ചതുപോലെ ഒരു നമ്പറുണ്ട്, പക്ഷേ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യമായി ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ബോർഡാണ് ഇത്. പക്ഷേ ഈ ബോർഡിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു നോക്കി. പക്ഷേ ആ ബോർഡിൽ ആ കാണുന്ന നമ്പറിൽ വിളിച്ചു നോക്കിയിട്ട് സുജയ പറഞ്ഞതുപോലെ തന്നെയാണ് ആ കോളുകൾ കിട്ടുന്നില്ല. കൃത്യമായി മറ്റൊരു നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അത് എടുക്കാൻ കഴിയാത്ത സാഹചര്യം, ആരും എടുക്കുന്നില്ല, ആരും അതിനോടൊരു മറുപടി പറയാൻ തയ്യാറാകാത്ത ഒരു അവസ്ഥയാണ്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള അമ്മത്തൊട്ടിലുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത കൂടെയുണ്ട്. ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു സുരക്ഷിതമായ സ്ഥലത്ത് വേണം ഇത്തരത്തിലുള്ള അമ്മത്തൊട്ടിലുകൾ പ്രവർത്തിക്കാൻ. പക്ഷേ ഇപ്പോൾ ഈ കാണാം, കാസർഗോഡിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന ഈ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തായിട്ടാണ് ഈ ജനറൽ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഈ അമ്മത്തൊട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ പല അമ്മമാർക്കും ഇതിനുള്ളിലേക്ക് രാത്രിയാണെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്കുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികളെ കൊണ്ട് ഉപേക്ഷിക്കുന്നതിനും അവർക്കൊരു പരിമിതിയുണ്ട്. ആരെങ്കിലും ഇവിടെ തൊട്ട് കയറി ഇക്കാര്യത്തിൽ നമുക്ക് കൃത്യമായ ഫോളോ അപ്പിലേക്ക് പോകണം. അർജുൻ ഹേമ, ആ ഫോളോ അപ്പിലേക്ക് നമുക്ക് കടക്കാം. അതായത് കാസർകോട്ടെ അമ്മത്തൊട്ടിൽ അത് ഒരു പ്രഹസനം മാത്രമാണ്. അവിടെ ഒരു പ്രവർത്തനവും ആ അമ്മത്തൊട്ടിൽ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ആ 2 നമ്പർ കൊടുത്തിരിക്കുന്നതും പ്രവർത്തനരഹിതമല്ല.